ഇപ്പോൾ ലിബർട്ടി ബഷീർ നമുക്ക് വെച്ചെടുത്തു. ശ്രീ ലിബർട്ടി ബഷീർ, സാന്ദ്ര തോമസ് ഒക്കെ പറഞ്ഞതാണ് ഇത്തരം ചില ഡ്രഗ്സ് ബന്ധങ്ങളൊക്കെ കാരണം ഷൂട്ടിംഗ് ഡിലേ ആവുന്നു, വലിയ രീതിയിലുള്ള ബഡ്ജറ്റ് കൂടുന്നു, അങ്ങനെ വലിയ നഷ്ടങ്ങൾ നിർമ്മാതാക്കൾക്കൊക്കെ വരുന്നു എന്നുള്ളത്. അപ്പോഴും ഇവരെ ഒന്ന് മാറ്റി നിർത്താനുള്ള നടപടിയിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. നേരത്തെ ശ്രീമതി ഭാഗ്യലക്ഷ്മി പറഞ്ഞു നിർത്തുന്ന പോലെ അത്തരത്തിലുള്ള സ്വാധീനമുണ്ട്. ഈ പുറത്തു വരുന്ന പേരുകൾക്ക് അപ്പുറത്തേക്ക് ഇനിയുമുണ്ട്. ഒരുപക്ഷെ അതൊക്കെ കേട്ടാൽ പ്രേക്ഷകർ ഞെട്ടുകയും ചെയ്യും. അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ? അപർണ, ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിക്കോ. സാന്ദ്ര തോമസ് പറഞ്ഞ കാര്യവും ഈ ഭാഗ്യലക്ഷ്മി പറഞ്ഞ കാര്യമെല്ലാം ഒക്കെ ശരിയാണ്. ഈ സിനിമ പ്രൊഡ്യൂസേഴ്സ് അതിന് വാങ്ങി കൊടുക്കേണ്ടി വരുന്നുണ്ട്, സ്വയം മനസ്സാലെ ചെയ്യുന്നത്. ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ഇതൊക്കെ സഹിച്ചിട്ട് സിനിമ എടുക്കണം എന്നുള്ള ഒരു ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുകയാണ്. അല്ലാണ്ട് പടം തുടങ്ങുന്നതിന് മുമ്പേ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലഹരി വസ്തുക്കൾ കഴിക്കുന്നുണ്ടാവും, അല്ല മദ്യപിക്കുന്നുണ്ടാവും, മറ്റേ കേരളം കൊടുക്കണം. ഇതെല്ലാം ഇന്നത്തെ മലയാള സിനിമയുടെ ഒരു ഭാഗമായിട്ട് കഴിഞ്ഞുപോയി. അപ്പൊ അതൊന്ന് മാറ്റി നിർത്തിയിട്ട് മലയാള സിനിമ ഉണ്ടാവില്ല ഈയുള്ള കാലത്ത്. അത് അതെല്ലാം പണ്ട് കാലത്ത് ജോഷിയേട്ടനും പ്രിയദർശനും ഇപ്പൊ ഒരു കാര്യം പറയാം. ഇപ്പൊ സത്യചന്ദ്രക്കാരന്റെ ലൊക്കേഷൻ ഉണ്ട്, ഇപ്പൊ പൂനെ നടക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നില്ല. ഇങ്ങനത്തെ ഈ ഡ്രഗ് കഴിക്കുന്ന ഓട്ടോ, മദ്യപിക്കുന്ന ഓട്ടോ ഉണ്ടാവില്ല ആ ലൊക്കേഷനിൽ. അതുപോലെ ജോഷിയേട്ടന്റെ പറയുന്നത് ഒരു വിഭാഗം പല പേരിട്ട് വിളിക്കുന്നുണ്ടല്ലോ, അങ്ങനെ യുവതാരങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോക്കസ് മാത്രം ഇതിന്റെ പിറകിൽ എന്നാണോ? തീർച്ചയായിട്ടും അങ്ങനത്തെ കോക്കസ് ഒരു വിഭാഗത്തിന്റെ ഡയറക്ടർമാരെ കൂടുതൽ ഇപ്പൊ തന്നെ ഖാദിർ റഹ്മാനും ഈ ഡ്രഗ്സ് കഴിക്കുന്ന എത്ര കാലങ്ങളായി. ഇന്നിപ്പോ അവന്റെ നിർഭാഗ്യവശാൽ ആരോ ഒറ്റിക്കൊടുത്തോണ്ട് പിടിച്ച് ഇന്ന് സുപ്രഭാതത്തിൽ കഴിക്കുന്ന വ്യക്തി എന്നല്ല, എത്രയോ കാലങ്ങളായിട്ട് അവൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ ഇത് കഴിക്കുന്ന വ്യക്തിയാണ്. നിർഭാഗ്യവശാൽ ആരോ ഒറ്റിക്കൊടുത്തോണ്ട് അവന്റെ റൂമിൽ നിന്ന് പിടിച്ച്. എന്നാൽ അതിനെല്ലാം ഒരു വ്യവസ്ഥ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. അതിന്റെ അതെ അതിന്റെ ആ ചെറിയ അളവിനനുസരിച്ച് ജാമ്യം കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഈ കേസ് തെളിയിക്കാൻ വേണ്ടി, ഈ ഡ്രഗ്സ് കഴിച്ചിട്ട് കേസ് തെളിയിക്കാൻ വേണ്ടി ആ ഏറ്റവും വലിയ കമ്മീഷൻ തന്ന മെസ്സേജ് ഞങ്ങൾക്ക് വിട്ടാകുന്നത്. അയാൾ വന്ന് കേസ് തെളിയിക്കാൻ വേണ്ടി, ഡ്രഗ്സ് കേസ് തെളിയിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതായത് ഇവരൊക്കെ പുറത്തിറങ്ങും, വീണ്ടും സിനിമയുടെ അണിയറവിലും മുന്നിലും ഒക്കെ വരും, ഈ വിഷയങ്ങളൊക്കെ തീരും. ഇപ്പൊ നോക്കുന്നത് ഖാദിർ റഹ്മാനുള്ള ഡയറക്ടർ ഇപ്പൊ ചെയ്ത പടങ്ങളിലെ ഹിറ്റ് പടങ്ങളാണ്. അവനെ മാറ്റി കൊടുത്തോണ്ട് ഇൻഡസ്ട്രിയിൽ അവരെ വെച്ചിട്ട് പടം എടുക്കാൻ വേണ്ടി പ്രൊഡ്യൂസേഴ്സ് തയ്യാറായിരിക്കും. അവന്റെ സീൻ എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ആ പടം എടുക്കാൻ തയ്യാറായിരിക്കും. അവൻ ഫീൽഡിൽ നിന്ന് ഇപ്പൊ ഫെഫ്കിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞു, സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ അവരെ വെച്ച് പടം എടുക്കാൻ വേണ്ടി ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് തയ്യാറായിരിക്കും. അത് അന്നേരം ഫെഫ്ക ആളെ വിട്ടുകൊടുക്കാൻ നിൽക്കുമോ? ഫെഫ്ക ബൈക്ക് നിൽക്കുമോ? ഖാദിർ റഹ്മാന്റെ അതുണ്ടാവില്ല. അങ്ങനെ വരുന്ന സമയത്ത് മലയാള ഇൻഡസ്ട്രിയേ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഈ മലയാള ഇൻഡസ്ട്രി സിനിമ അതോട് സിനിമ തീരും അങ്ങോട്ട്. വളരെ നന്ദി ശ്രീ ലിബർട്ടി ബഷീർ പ്രതികരിച്ചത്.